ഈ ഇലക്ഷൻ കഴിയുന്നോടെ നമ്മളെല്ലാവരും ശാരീരികമായി ഒരു പരുവത്തിലാവും. ഇത് നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ? ഹേയ്, അങ്ങനെ ചിന്തിക്കരുത്. അച്ഛന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയുള്ള ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാനാ. അതിനിത്തിരി കഷ്ടപ്പെട്ടേ പറ്റൂ. എന്റെ ഋതു വല്ലാതെ തളർന്നുപോയി. എത്ര ദൂരാ സഞ്ചരിച്ചത്, എന്ത് നടപ്പ് നടന്നു. കാല് നീട്ടിയേ, ഞാൻ മസാജ് ചെയ്തരാം. വേണ്ട, രാജുവിന് ഞാനല്ലേ തിരുമ്മി തരേണ്ടത്. രാജുവും എന്നെക്കാളേറെ നടന്നതല്ലേ. എന്റെ കാലുകൾക്കൊന്നും വലിയ വേദനയില്ല. എനിക്കതൊരു പ്രശ്നവും അല്ല. ഞാൻ ഫുട്ബോൾ കളിച്ചു കിടന്ന ആളല്ലേ. അത് പണ്ടല്ലേ. എന്നെ കണ്ടുമുട്ടിയതിനു ശേഷം ഫുട്ബോൾ കളിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അതെങ്ങനെ? ഞാൻ വിട്ടിട്ട് വേണ്ടേ ഫുട്ബോൾ കളിക്കാൻ പോവാൻ? ഇതെന്താ രാജു എന്നെ ആദ്യം കാണുന്നത് പോലെ? അല്ല, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. എന്താ രാജു? അല്ല, എന്തൊരു പൊളിറ്റിക്കൽ നോളജാ ഋതുവിന്. ഓ അതാണോ? അതൊക്കെ ആവശ്യം വന്നപ്പോ പഠിച്ചത്. അച്ഛനാകെ തളർന്നുപോയി. തളർന്നുപോയ അച്ഛനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂന്ന് തോന്നി. അപ്പൊ പഠിച്ചു. എന്നാലും ആലോചിച്ച് നോക്കുമ്പോ അതൊക്കെ ഒരു അസാധ്യമായ കാര്യ. അസാധ്യം എന്നൊരു വാക്കേ ഇല്ല രാജു. അതും ഞാൻ ഇക്കൊടുത്തി പഠിച്ചതാ. എല്ലാം സാധ്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം. പിന്നെ നമ്മളങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും സെറ്റായിരിക്കണം. ജീവിതത്തില് രാജുവിനെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മൈൻഡ് സെറ്റാ. നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഷുവർ, കല്യാണം കഴിക്കുന്നതിന് മുൻപും രാജു എന്റെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജിയാ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി, അതെല്ലാം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലേ. രാജു അതെല്ലാം സോൾവ് ചെയ്ത് തന്നില്ലേ. രാജുവിനെ എന്നു മുതൽ ഞാൻ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഈ നിമിഷം വരെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം, ഏത് പ്രതിസന്ധിയും നേരിടാവുന്ന ഒരു കോൺഫിഡൻസ്. ഞാനൊരു കാര്യം ഓർക്കായിരുന്നു. എന്താ രാജു? ഋതു എന്നോട് അടുക്കുന്തോറും ഞാൻ ഋതുവിൽ നിന്ന് ഓടുമായിരുന്നു. ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞുള്ള ഓട്ടം. തെറ്റ്. രാജു എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. രാജു എത്ര ഓടിയാലും അതിനിരട്ടിയായി തിരിച്ചുകൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. രാജുവിനെ എനിക്കും രാജുവിനെ എന്നെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ദൈവത്തിന്റെ ഓരോരോ അത്ഭുതങ്ങളെ. നീയാണ് ഋതുമോളെ എന്റെ ലോകം.